അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന വലിയൊരു അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്, അഥവാ അസൂയ എന്ന മഹാരോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ഖദ് അഫ്ലഹ മൻ സക്കാഹ, മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, മനസ്സിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. മനസ്സിനെ മലിനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദോഷകരമായി ബാധിക്കുന്ന വലിയൊരു അസുഖമാണ് അസൂയ എന്ന് പറയുന്നത്. തന്റെ മുസ്ലിം സഹോദരന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുക, അതാണ് അസൂയ. അതേസമയം അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ തനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് അസൂയ എന്ന് പറയില്ല, അതിന് ഗിബ്തത്ത് എന്നാണ് പറയുക. നല്ല കാര്യങ്ങളിൽ അവനെപ്പോലെ തനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പുണ്യം കൂടിയാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. അസൂയ കൊണ്ട് ഒരുപാട് വിപത്തുകൾ ലോകത്ത് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്നുമുണ്ട്. അത്രയും മാരകമായ രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ മുസ്ലിം സമൂഹത്തിന് എന്ന് മാത്രമല്ല ലോകത്തൊട്ടാകെയുള്ള ജനവിഭാഗങ്ങൾക്ക് അസൂയ കാരണം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അൽ ഹസദു യഅ്കുലുൽ ഹസനാത്ത്, അസൂയ നന്മകളെ ഭക്ഷിക്കുന്നതാണ്. കമാ തഅ്കുലുൻ നാറു അൽ ഹതബ, തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ നന്മകളെ തിന്നുന്നതാണ്. അസൂയ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവൻ അറിയാതെ തന്റെ നന്മകൾ മുഴുവനും അത് തിന്നു തീർക്കുന്ന അത്രയും മാരകമായ രോഗമാണ് അസൂയ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുത്താനും ഒരുപാട് തിന്മയിലേക്ക് വലിച്ചിഴക്കാനും ഒക്കെ കാരണമാകുന്ന രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. സ്നേഹിതന്മാർക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാനും നന്നായി നല്ല രൂപത്തിൽ വർത്തിക്കുന്നവർക്കിടയിൽ വെറുപ്പുകൾ ഉണ്ടാക്കാനും ബന്ധങ്ങൾ തകർക്കാനും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കാനും ഒക്കെ വലിയ ഒരളവിൽ കാരണമാകുന്നത് പലപ്പോഴും അസൂയയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സഹോദരന്മാരുടെയും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ള അസൂയ കാരണം തങ്ങളുടെ ചെറിയ സഹോദരനെ അവർ കൊല്ലാൻ വരെ മുതിരുകയാണ്. തന്റെ സഹോദരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ അവർ പ്രേരിപ്പിച്ചത് അസൂയ എന്ന മഹാദുർഗുണമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കൂടിയുണ്ട്, വലാ യസാലുൻ നാസു ബിഖൈറിൻ മാ ലം യതഹാസദു, ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും അവർ പരസ്പരം അസൂയ വെച്ച് പുലർത്താത്ത കാലത്തോളം. ഒരുപാട് മഹാന്മാർ അസൂയയുടെ പരിണിത ഫലത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബി വര്യനായ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അവിടുത്തെ അനുയായികളോട് പറഞ്ഞു, പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ആരും അസൂയ വെക്കാൻ പാടില്ല. അതായത് നിങ്ങളാരും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിമർശിക്കാൻ പാടില്ല, അതിനോട് വിദ്വേഷം പുലർത്താൻ പാടില്ല. വിദ്യാർത്ഥികൾ ചോദിച്ചു, അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് വെറുപ്പ് രേഖപ്പെടുത്തൽ, വിദ്വേഷം പ്രകടിപ്പിക്കൽ? മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് വല്ല അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അദ്ദേഹത്തോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യലാണ്, അള്ളാഹുവിന്റെ പ്രവർത്തനത്തിനോട് വിദ്വേഷം വെച്ച് പുലർത്തലാണ്. അസൂയ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് മഹാനവറുകൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിൽ അസൂയ വെക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, അല്ലദീന യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിന്റെ പേരിൽ അവരോട് അസൂയ വെച്ച് പുലർത്തുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നവരാണ്. ഒരുപാട് അനുഗ്രഹങ്ങളെ മറന്നു കളഞ്ഞുകൊണ്ട്
നല്ല കാര്യങ്ങളെ മോശപ്പെടുത്തിക്കൊണ്ട്, നല്ല കാര്യങ്ങളെ ചീത്തയാക്കിക്കൊണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായി അവതരിപ്പിച്ചുകൊണ്ട് അസൂയക്കാരൻ ഒരുപാട് പ്രയാസങ്ങൾ വ്യക്തികൾക്കും സമൂഹത്തിനുമൊക്കെ സൃഷ്ടിക്കും. അവർ വിജയകരമായ പലതും അതിന്റെ വഴികൾ അവർ കൊട്ടിയടക്കും. പരാജയത്തിന്റെ കയ്പുനീർ എല്ലാവരെയും കുടിക്കാൻ പ്രേരിപ്പിക്കും. എന്ന് മാത്രമല്ല, സമൂഹത്തിന് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുക വഴി സമൂഹത്തിന് വലിയ പാരകളായി, സമൂഹത്തിന് വലിയ വിഴുപ്പുകളായി അവർ സ്വയം മാറിക്കൊണ്ടിരിക്കും. തന്റെ സഹോദരൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പുരോഗതി പ്രാപിക്കുന്നത് കണ്ടാൽ അതിന്റെ പേരിൽ അവനോട് അസൂയ പുലർത്തുകയും അത് നശിപ്പിക്കാൻ ആവശ്യമായ മുഴുവൻ കുതന്ത്രങ്ങളും അവൻ പ്രയോഗിക്കുകയും ചെയ്യും. എത്ര വലിയ അപരാധമാണ് സമൂഹത്തോടും വ്യക്തികളോടുമൊക്കെ ഇങ്ങനത്തെ ആളുകൾ ചെയ്യുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ ഓരോരോ ഹിക്മത്തുകൾ, അതിലെ രഹസ്യങ്ങൾ നമുക്കറിയാത്തത് കൊണ്ടാണ്. ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം നൽകുമ്പോൾ അതിന് പിന്നിൽ അനേകം രഹസ്യങ്ങൾ ഉണ്ടാകും. അതൊന്നും അറിയാതെ അതിന്റെ പേരിൽ അദ്ദേഹത്തെ എതിർക്കുന്നതോ, അതിന്റെ പേരിൽ അദ്ദേഹത്തോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നതോ, അത് നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുന്നതോ അള്ളാഹുവിനോട് ചെയ്യുന്ന എത്ര വലിയ അപരാധമാണ് എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നിങ്ങളിൽ ആരെങ്കിലും തന്റെ സഹോദരനിൽ നിന്ന് നല്ല കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ അതിനെ പുകഴ്ത്തണം, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിന്റെ പേരിൽ ഒരിക്കലും അസൂയ വെച്ച് പുലർത്താൻ ഒരിക്കലും ഒരു വിശ്വാസി തയ്യാറാവാൻ പാടില്ല. വിജയികളെ കാണുമ്പോൾ അവരെ പോലെ അധ്വാനിച്ച് വിജയിക്കാൻ ഞാനും തയ്യാറാകുമെന്ന പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, അസൂയ മനുഷ്യ മനസ്സിനെ മലിനപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. അനുഗ്രഹങ്ങളുള്ള ആളുകൾ, ആ അനുഗ്രഹങ്ങളുള്ള ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അത് അനുഭവിച്ചും ആസ്വദിച്ചും കഴിയുമ്പോൾ അതിന്റെ പേരിൽ നീറി കഴിയാനായിരിക്കും അസൂയാലുക്കളുടെ വിധി. പലപ്പോഴും സ്വന്തം മനസ്സിനെയാണ് അവൻ മലിനപ്പെടുത്തുന്നത്, സ്വന്തം മനസ്സിന്റെ ആരോഗ്യത്തെയാണ് അവൻ തകർത്ത് കളയുന്നത് എന്ന് അവർ ചിന്തിക്കാറില്ല. ഏതായിരുന്നാലും എത്ര അസൂയ കൊണ്ട് ആരെയെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്താലും തീർച്ചയായും ഒരു നാൾ മഹ്സൂദ്, അസൂയ വെക്കപ്പെട്ടവൻ വിജയിക്കുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തന്റെ സ്വന്തം സഹോദരന്മാർ കിണറ്റിലെറിഞ്ഞു കളഞ്ഞപ്പോഴും മറ്റെന്തൊക്കെയോ ദ്രോഹങ്ങൾ ഏൽപ്പിച്ചപ്പോഴും യാതൊരു പ്രതിസന്ധിയിലും തകരാതെ മുന്നോട്ട് പോവുകയും അവസാനം തന്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ട അവസരങ്ങൾ വരെ ഉണ്ടാവുകയും ചെയ്തു. അന്നവർ പറഞ്ഞു, യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. പിതാവേ, ഞങ്ങളോട് പൊറുത്താലും, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു പോയതാണ്. അസൂയക്കാരെല്ലാവരും അവരുടെ തെറ്റ് വൈകിയാണെങ്കിലും അവർക്ക് ബോധ്യപ്പെടാതിരിക്കില്ല. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ആണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവില്ല തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തന്റെ സഹോദരനും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വരെ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരോട് നല്ല നിലയിൽ വർത്തിക്കണം, അവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം, അവരുടെ ദുഃഖങ്ങൾ നമ്മുടെയും കൂടി ദുഃഖങ്ങളാണെന്ന് മനസ്സിലാക്കണം. പൂർണ്ണമായും അസൂയ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അസൂയാലുവിന് ഒരിക്കലും സന്തോഷകരമായ ജീവിതം ലഭിക്കില്ല. അസൂയ മനസ്സിലുള്ള കാലത്തോളം മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് നീറിപ്പുകഞ്ഞ് ജീവിക്കാനായിരിക്കും അവൻ കൊതിക്കുക, അല്ലെങ്കിൽ അവൻ അല്ലാഹു തആല വിധിക്കുക. ഇതെല്ലാം മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്ത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയാൽ നല്ല മനസ്സമാധാനം ലഭിക്കും. അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യും. എന്താണ് അസൂയക്കുള്ള കാരണങ്ങൾ? പലപ്പോഴും അസൂയയുടെ പ്രധാന കാരണമായി മനസ്സിലായിട്ടുള്ളത് മറ്റുള്ളവരെ താരതമ്യം ചെയ്യുക എന്നതാണ്. ഒരിക്കലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മറ്റൊരാളെ നാം സ്വന്തം ശരീരവുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു ഓരോ ആളുകൾക്കും പ്രത്യേകം കഴിവുകളും അനുഗ്രഹങ്ങളുമാണ് നൽകുക. അത് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതേസമയം അവന് ലഭിച്ചതുപോലെ എനിക്കും ലഭിക്കണമെന്ന്
അവന് ലഭിച്ചതുപോലെ എനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മാത്രമല്ല, അവൻ്റേത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക. അതെത്ര വലിയ തെറ്റാണ്. അതുകൊണ്ട് ഏതൊരു അനുഗ്രഹവും ഹസദ്, അസൂയ അതിന്റെ പിന്നിലുണ്ടാകും. ആ അസൂയയിൽ നിന്ന് മോചനം നേടാനാണ് നാം ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തിൽ അഹങ്കരിക്കാനോ അതിന്റെ പേരിൽ മറ്റുള്ളവരെ തരം താഴ്ത്താനോ നമ്മൾ ഒരിക്കലും തയ്യാറാവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, വലാ തതമന്നു മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. നിങ്ങളിൽ ചിലർക്ക് അല്ലാഹു മറ്റു ചിലരെക്കാൾ ചില പ്രത്യേകതകളൊക്കെ നൽകിയിട്ടുണ്ടാകും. അതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും അത് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാനോ അവന് അത് നീങ്ങിപ്പോകണമെന്ന് കരുതാനോ പാടില്ല. മറ്റൊരാളുടെ പ്രവർത്തനങ്ങൾ, മറ്റൊരാൾക്ക് അല്ലാഹു തആല നൽകിയ ജീവിത സൗകര്യങ്ങൾ, ഇതൊക്കെ അവരിൽ നിന്ന് നീങ്ങിപ്പോകണം, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ലോകത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അസൂയ എന്ന മഹാമാരിയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ പ്രശ്നങ്ങളുമൊക്കെ മനസ്സിലാക്കി നല്ല രൂപത്തിൽ ജീവിക്കാൻ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനക്കനുസരിച്ച് നമ്മളത് പ്രവർത്തിക്കുകയും വേണം. അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ ഖലാ, ആ ഖലായിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും മറ്റൊരാളോട് അസൂയ പുലർത്താൻ കഴിയില്ല. കാരണം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് എനിക്ക് തന്നെ ലഭിക്കും, അവന് കണക്കാക്കിയത് അവനും ലഭിക്കും. ഇങ്ങനെയാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. മാത്രമല്ല, വല്ല ഗുണവും ആർക്കെങ്കിലും ലഭിച്ചത് കണ്ടാൽ നാം ഒക്കെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അസൂയ എന്ന മഹാരോഗത്തെ തൊട്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.